തിരുസഭയുടെ ചരിത്രത്തിൽ അതുല്യമായ സ്ഥാനം സ്വന്തമാക്കിയ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആലങ്ങാട് സെന്റ് മേരീസ് ദേവാലയത്തിന്റെ അങ്കണത്തിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. ആലങ്ങാട് ദേശത്തെ ജനതയുടെ, പ്രത്യേകിച്ച് മാർത്തോമ നസ്രാണികളുടെ ചരിത്രവും ഈ ദേവാലയത്തിലെ സംഭവങ്ങളും ഇന്നും പുതുമയുള്ള അധ്യായങ്ങളായി ചരിത്രത്തിൽ എഴുതി ചേർത്തപ്പെട്ടിട്ടുണ്ട്. 1300 കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ച ഈ ദേവാലയം ഇന്ന് 725 ജൂബിലി ആഘോഷങ്ങളുടെ നിറവിലാണ്. 2024 ഓഗസ്റ്റ് 15 മുതൽ 2025 ഓഗസ്റ്റ് 15 വരെ നീണ്ടു നിൽക്കുന്ന ഈ ജൂബിലി ആഘോഷങ്ങൾക്ക് നിരവധി പരിപാടികളാണ് ഈ ഇടവക സമൂഹം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നമുക്ക് അതിന്റെ കൂടുതൽ ചരിത്രങ്ങളിലേക്കും വിശേഷങ്ങളിലേക്കും നമുക്ക് എത്തി നോക്കാം. ആലങ്ങാട് സെന്റ് മേരീസ് പഴയ ദേവാലയത്തിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. 725 ജൂബിലി ആഘോഷത്തിന്റെ നിറവിലാണ് ഇവിടുത്തെ വികാരി അച്ഛനും വിശ്വാസികളും. ഒരുപാട് ചരിത്രങ്ങളും അതിന്റെ സംഭവങ്ങളും ഒക്കെ ഉറങ്ങിക്കിടക്കുന്ന ഒരു ദേവാലയം തന്നെയാണ് ആലങ്ങാട് സെന്റ് മേരീസ് ദേവാലയം. ഇതിന്റെ കൂടുതൽ ചരിത്രങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. അച്ഛ, ഈ പറഞ്ഞ പോലെ ഒരുപാട് ചരിത്രങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് തിരുസഭയിൽ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പള്ളിയോട് ചേർന്ന് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചരിത്ര നാളുകളിലേക്ക് ഇന്ന് അച്ഛൻ ഞങ്ങളെ ഒന്ന് കൊണ്ടുപോകാമോ? 1300 AD ഈ ദേവാലയം ഇവിടെ പണികഴിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. 16-ാം നൂറ്റാണ്ടോടുകൂടിയാണ് പോർച്ചുഗീസുകാരുടെ വരവ്. പോർച്ചുഗീസുകാർ വരവിന് മുമ്പേ ഈ ദേവാലയം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പാരമ്പര്യവും ചരിത്രരേഖകളിലും കാണുവാനായിട്ട് സാധിക്കുക. അങ്ങനെ നോക്കുമ്പോൾ 1653 മഹത്തായ കൂനംകുരിശ് സത്യം നടക്കുന്നുണ്ട്. മട്ടാഞ്ചേരി നടക്കുന്ന കൂനംകുരിശ് സത്യത്തിന് ശേഷം അവിടെ നിന്നും 12 വൈദികരും അവരോടൊപ്പം അൽമായ പ്രതിനിധികളായ വ്യക്തികളോടി ഈ ദേവാലയത്തിൽ വരികയും ഈ 12 വൈദികരിൽ ഒരാളെ മെത്രാനായിട്ട് വാഴിക്കുകയും ചെയ്തു. അങ്ങനെയാണ് യാക്കോബായ സഭയുടെ ഉത്ഭവം. അങ്ങനെയാണ് സഭയിൽ പിളർപ്പുണ്ടാകുന്നത്. അതുവരെ കേരളത്തിലുള്ള ക്രിസ്ത്യൻ സമൂഹം ഒന്നായിരുന്നു എന്നാണ് പറയപ്പെടുക. ഈ യാക്കോബായ സഭയുടെ പിളർപ്പിന് ശേഷമാണ് പിന്നീട് സഭ പല ചെറിയ ചെറിയ സഭകളായിട്ട് ഭിന്നിപ്പുകൾ ഉണ്ടാകുന്നത്. ഈ ദേവാലയത്തിന്റെ സമീപത്താണ് സെമിനാരി ഉണ്ടായിരുന്നു. എല്ലാ വർഷവും ഈ ദേവാലയത്തിൽ വെച്ചിട്ടാണ് പുത്തനച്ഛന്മാർക്ക് പട്ടം നൽകിക്കൊണ്ടിരുന്നത്. പട്ടവും പുത്തൻ കുർബാനയും ഈ ദേവാലയത്തിൽ വെച്ച് നടന്നുകൊണ്ടിരുന്നു. വിദേശ മിഷണറിമാരായ 3 വൈദികർക്ക് ഈ ദേവാലയത്തിൽ വെച്ച് മെത്രാൻ പട്ടവും കൊടുത്തിട്ടുള്ളതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരിയേറെ ചരിത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദേവാലയമാണ് ആലങ്ങാട് ദേവാലയം. അതിൻ്റെ 725 വർഷത്തിലേക്കാണ് ഈ ഇടവക പ്രവേശിച്ചിരിക്കുക. അതിൻ്റെ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ് എല്ലാ ഇടവ ജനങ്ങളും. 1300 ഈ ദേവാലയം പണിതു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനുശേഷം എന്തായാലും ഒരുപാട് പ്രാവശ്യം ഇത് പുതുക്കി പണിതിട്ടൊക്കെ ഉണ്ടാവില്ലേ? 5-6 പ്രാവശ്യം ഈ പള്ളി പുനരുദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ വന്നതിന് ശേഷവും ഈ പള്ളി 70 ലക്ഷത്തോളം രൂപ ചെലവ് ചെയ്ത് പുനരുദ്ധരിച്ചിട്ടുണ്ട്. ഈ ദേവാലയത്തോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പുതിയതായിട്ട് ഒരു ദേവാലയം അപ്പുറത്ത് പണിതുയർത്തിയിട്ടുണ്ട്. അത് വളരെ മനോഹരമായ ദേവാലയമാണ്. ആ ദേവാലയം അവിടെ ഉണ്ടെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ഈ ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഇടവകയോട് ചേർന്നിട്ട് ഒത്തിരി അത്ഭുതങ്ങളും മറ്റ് രോഗശാന്തികളൊക്കെ നടന്നതായിട്ട് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുത്തു പറയാൻ പറ്റിയ ഏതെങ്കിലും അത്ഭുതങ്ങളോ എന്തെങ്കിലും സംഭവങ്ങൾ അച്ഛന് വിവരിക്കാൻ പറ്റും? 1599 പരിശുദ്ധ കന്യകാമറിയം ഈ ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെട്ടതായിട്ട് ചരിത്രരേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 1599 പറൂർ രാജാവിൻ്റെ ചാവേറുകളായ നായർ പട ഈ ദേവാലയം ആക്രമിക്കാനായിട്ട് വന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളെല്ലാവരും ഈ ദേവാലയത്തിന് അകത്ത് കയറി പ്രാർത്ഥിച്ചു. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ അമ്മ അവർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട്
അവരോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ വിഷമിക്കേണ്ട, പേടിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ധൈര്യം കൊടുത്തു. അതിനുശേഷം ചാവേറുകളായ വ്യക്തികളുടെ ഇടയിലേക്ക് പരിശുദ്ധ അമ്മയുടെ പ്രകാശ ധോരണി പതിക്കുകയും അവർ ഭയന്നോടുകയും മറിഞ്ഞു വീഴുകയും ചെയ്തു. ഈ കാര്യം ഗോവ മെത്രാപ്പൊലിത്തയായിരുന്ന മെനേസിസ് മെത്രാപ്പൊലിത്ത ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത്ഭുത സംഭവം നടന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഗോവ മെത്രാപ്പൊലിത്ത ആലങ്ങാട് സന്ദർശിക്കുന്നത്. ആലങ്ങാട് സന്ദർശിച്ചപ്പോൾ ആലങ്ങാടുണ്ടായിരുന്ന നസ്രാണികളെല്ലാവരും കൂടി മെത്രാപ്പൊലിത്തായോട് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പ്രത്യക്ഷപ്പെടലിനെ പറ്റി ഇപ്പോൾ പറഞ്ഞു. ഈ കാര്യം അദ്ദേഹം ചരിത്രത്തിൽ എഴുതി വെച്ചു. ചരിത്രത്തിൽ എഴുതി വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നീട് 1606 ഗുവായ എന്ന ഗ്രന്ഥകാരൻ ജോർനാഥ എന്ന പുസ്തകത്തിൽ ഈ കാര്യം, മാതാവ് പ്രത്യക്ഷപ്പെട്ട കാര്യം രേഖകളിൽ ആ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ചരിത്ര രേഖകളുണ്ടെന്ന് പറയാൻ കാരണം. മിക്കവാറും പരിശുദ്ധ കന്യാമറിയം അവിടെയും ഇവിടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടു എന്ന് ഐതിഹ്യങ്ങളും പാരമ്പര്യങ്ങളും മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടെ ചരിത്രത്തിൽ എഴുതപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ രണ്ടാമതായിട്ട് പരിശുദ്ധ കന്യാമറിയം ഈ ദേവാലയത്തിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആ സംഭവം ഇപ്രകാരമാണ്. ടിപ്പു സുൽത്താനും പടയാളികളും കൂടി ഈ ദേവാലയം നശിപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്ന ഒരു സംഭവമുണ്ട്. 1790കളിലാണ് സംഭവിക്കുക. പള്ളിയുടെ സമീപത്ത് തന്നെ കാവ് അമ്പലം ഉണ്ടായിരുന്നു. ആ അമ്പലം അവർ നശിപ്പിച്ചു കളഞ്ഞു. പിന്നീട് ഈ പള്ളിയെയാണ് അവർ ആക്രമിച്ചത്. ഈ പള്ളിയെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ പള്ളിയിലുണ്ടായിരുന്ന നസ്രാണികളൊക്കെ 4 വശത്തേക്കും ഓടിപ്പോയി. കുറേ പേര് പള്ളിയകത്ത് കയറി പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ പരിശുദ്ധ കന്യാമറിയം അവർക്ക് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം നേരത്തെ ഉണ്ടായതുപോലെ തന്നെ പ്രകാശധോരണിയാൽ ടിപ്പു സുൽത്താനും പടയാളികളും മറിഞ്ഞു വീഴുകയും ഭയന്നോടുകയും ചെയ്തു. അങ്ങനെയും ഈ പള്ളിയെ കാത്തു സംരക്ഷിക്കുകയായിരുന്നു പരിശുദ്ധ കന്യാമറിയം. പരിശുദ്ധ കന്യാമറിയം 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള കാര്യം സത്യസന്ധമാണ്. അത് രേഖകളിൽ എഴുതപ്പെട്ടിട്ടുമുണ്ട്. ഇന്ത്യയിലെ പ്രഥമ തദ്ദേശീയ പിതാവായിരുന്നു ജോസഫ് കരിയാറ്റി. അത്രയും നാള് ഫോറിനേഴ്സിന് മാത്രമായിരുന്നു ഈ ഒരു തസ്തികയിലേക്ക് നമ്മൾ എടുത്തിരുന്നുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഇവിടെ ജനിച്ചു വളർന്ന് ഇവിടെ കബറടക്കിയിട്ടുള്ള ഒരു പിതാവാണല്ലോ. അപ്പൊ ഈ പിതാവിനെ കുറിച്ചിട്ട് കൂടുതലൊന്ന് അറിയാൻ പങ്കുവയ്ക്കാമോ? 1742 മാർ ജോസഫ് കരിയാറ്റിയുടെ ജനനം. അദ്ദേഹം ജനിക്കുന്നത് ഈ പള്ളിയുടെ സമീപത്തുള്ള തൻ്റെ സ്വന്തം വീട്ടിലാണ്. അദ്ദേഹം പഠിക്കാൻ ബഹുമിടുക്കനായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നുണ്ടായിരുന്ന വികാരിച്ചനും ഇവിടെ സെമിനാരി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. സെമിനാരി അധികൃതരും കൂടി അദ്ദേഹത്തെ ഇവിടുത്തെ പഠനത്തിന് ശേഷം റോമിലേക്ക് വിടാണ് പഠിക്കാനായിട്ട്. അദ്ദേഹം റോമിൽ ചെന്ന് പഠിക്കുന്നു, ഡോക്ടറേറ്റൊക്കെ ലഭിക്കുന്നു. അതിനുശേഷം പഠനം കഴിഞ്ഞ് തിരിച്ചിവിടെ വരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഈ സെമിനാരിലെ പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നു. വീണ്ടും അദ്ദേഹം റോമിലേക്ക് പോകുന്നു. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് കൊടുങ്ങല്ലൂർ അതിരൂപതയുടെ മെത്രാപ്പൊലിത്തയായിട്ട് വാഴിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ മെത്രാപ്പൊലിത്തയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നതും മാർ ജോസഫ് കരിയാറ്റിയാണ്. അദ്ദേഹത്തെ മാമോദീസ മുക്കിയതും ഈ ദേവാലയത്തിലാണ്. ഈ ദേവാലയത്തിലാണ് അദ്ദേഹത്തിൻ്റെ പുത്തൻ കുർബാന നടക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം മരിക്കുന്നത് ഗോവയിൽ വെച്ചിട്ടാണ്. 1786 അദ്ദേഹം മരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 44 വർഷങ്ങളാണ് അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിൽ ഉടനീളം അദ്ദേഹം സഭയുടെ ഐക്യത്തിന് വേണ്ടി ഒത്തിരിയേറെ പരിശ്രമിച്ച ഒരു വന്യ മെത്രാപ്പൊലിത്തയാണ് മാർ ജോസഫ് കരിയാറ്റി. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, അതായത് യാക്കോബേ സഭ ഇവിടുന്ന് പിളർന്നു പോയപ്പോൾ അവരെ യോജിപ്പിച്ചിരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒത്തിരിയേറെ പരിശ്രമിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് മാർ ജോസഫ് കരിയാറ്റി. അദ്ദേഹം ഗോവയിൽ വെച്ച് മരിച്ചതിന് ശേഷം ഗോവയിലെ ബസിലിക്ക പള്ളിയിൽ അദ്ദേഹത്തെ കബറടക്കി. 1961 ഏപ്രിൽ 11 അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടം ഈ ദേവാലയത്തിലേക്ക് ആഘോഷമായിട്ട് കൊണ്ടുവരുന്നു. ഇവിടെ കൊണ്ടുവന്ന് ഈ പഴയ ദേവാലയത്തിൽ വളരെ മനോഹരമായ രീതിയിൽ കബറടക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടം. 100 കണക്കിന് മക്കൾ,
ഈ ദേവാലയത്തിൽ വരികയും അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുകയും ചെയ്തു വരുന്നു. അദ്ദേഹം നമ്മുടെ സഭയ്ക്ക് ചെയ്ത സംഭാവനകൾ വളരെ വലുതാണ് താനും എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം എടുത്തു പറയുകയും ചെയ്യുന്നു. വരാപ്പുഴ അതിരൂപതയുടെ മെത്രാനായിരുന്ന ഫ്രാൻസിസ് സാലസ് പിതാവ് മെത്രാനായതിനു ശേഷം ഈ ഒരു വരാപ്പുഴ രൂപതയുടെ ആസ്ഥാനവും ആസ്ഥാന കേന്ദ്രവും ഈ ഒരു ദേവാലയമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്ന് കൂടുതൽ വിശദീകരിക്കാമോ? 19-ാം നൂറ്റാണ്ട് വരെ കേരളത്തിലെ ഏറ്റവും വലിയ പള്ളിയാണ് ആലങ്ങാട് സെൻറ് മേരീസ് നസ്രാണി ദേവാലയം. പല പിതാക്കന്മാരും ഇവിടെ താമസിച്ചിട്ടുണ്ട്. വിദേശ മിഷണറിമാരായ വൈദികരായിട്ടുള്ള 3 വ്യക്തികളെ, ആഞ്ചലൂസ് ഫ്രാൻസിസ്, ഫ്രാൻസിസ് ആഞ്ചലൂസ്, ഫ്രാൻസിസ് സാലസ് എന്നിവർക്ക് മെത്രാപട്ടം കൊടുത്തതും ഈ ദേവാലയത്തിൽ വെച്ചിട്ടാണ്. വരാപ്പുഴ വികാരിയാത്തിൻ്റെ ആസ്ഥാനവും ഈ ദേവാലയം തന്നെയായിരുന്നു. കാരണം അന്ന് ഏറ്റവും വലിയ ദേവാലയം എന്നറിയപ്പെടുന്നത് ആലങ്ങാട് ഉള്ള ഈ ദേവാലയമാണ്. ഇതിന് സമീപത്ത് കായലുകളും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ ദേവാലയത്തിൽ വരുവാനാണ് എല്ലാവർക്കും എളുപ്പം സാധിക്കുക. വിദേശ മിഷണറിമാർക്കാണെങ്കിലും പോർച്ചുഗീസുകാർക്കാണെങ്കിലും എല്ലാ കച്ചവട ബന്ധങ്ങൾക്കുമൊക്കെ ഏറ്റവും എളുപ്പം സാധിക്കുന്നത് ആലങ്ങാട് പ്രദേശത്തേക്കായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ആലങ്ങാട് പ്രദേശവും ആലങ്ങാട് പള്ളിയും ഇത്രയധികം ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കാൻ കാരണം. അതുവരെ കൊടുങ്ങല്ലൂർ പ്രദേശത്താണ് AD 52 തോമാസ് ലീഗ വന്നിറങ്ങിയത്. അപ്പോൾ തോമാസ് ലീഗ അവിടെ വന്നിറങ്ങി കച്ചവടക്കാരും ഒക്കെ അവിടെ ആ തുറമുഖം വളരെ പ്രാധാന്യം അർഹിക്കുന്നതായിരുന്നു. പിന്നീട് ആ തുറമുഖം നഷ്ടപ്പെടുകയും പിന്നെ ആലങ്ങാട് തുറമുഖമാണ് പ്രധാനമായിട്ട് വളർന്നു വന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം ഒരു പക്ഷേ ഈ ദേവാലയത്തിൽ തിരുസഭാ ചരിത്രത്തിൽ ഇത്രയധികം ചരിത്ര പ്രാധാന്യം അർഹിക്കാൻ കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് ആലങ്ങാട് സെന്റ് മേരീസ് പുതിയ പള്ളി. 2013 പണി കഴിപ്പിച്ച ഈ ഇടവക ഇന്ന് 10 വർഷം പിന്നിട്ട് നിൽക്കുകയാണ്. ഈ ദേവാലയത്തിലാണ് മാതാവിന്റെ തിരുശേഷിപ്പ് തിരുമുടി സൂക്ഷിച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും വിശ്വാസത്തോടു കൂടി വണങ്ങുന്ന പരിശുദ്ധ അമ്മയുടെ മുടിയുടെ ഒരു അംശം ഈ ദേവാലയത്തിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഏറെ വിശ്വാസത്തോടെയും കൗതുകത്തോടും കൂടിയിട്ടാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. അങ്ങനെ തന്നെയായിരിക്കും ഓരോ വിശ്വാസികളും അതിനെ നോക്കിക്കാണുക. അപ്പൊ അച്ഛ, ഇപ്പൊ ഈ ഒരു ദേവാലയത്തിൽ ഇത്രയും ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഈ ദേവാലയം, ആ ദേവാലയത്തിലാണ് പരിശുദ്ധ അമ്മയുടെ ഈ ഒരു തിരുമുടി മാതാവ് എന്നറിയപ്പെടുന്ന മാതാവിന്റെ മുടി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആ മാതാവിന്റെ ആ ഒരു മുടി ഇവിടെ എങ്ങനെയാണ് എത്തിപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം എന്തായിരുന്നു? പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മുടിയുടെ ഒരു കഷ്ണം പരിശുദ്ധമായ അർലക്കയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഇവിടെ. മാർ ജോസഫ് കരിയാറ്റി റോമിൽ പഠിക്കാൻ പോയപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നതാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മുടിയുടെ ഒരു കഷ്ണം. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ വർഷവും തിരുനാളിന് പരിശുദ്ധ അമ്മയുടെ ഈ അർലക്ക എന്ന് പറഞ്ഞാൽ തിരുമുടി മാതാവ് എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ജനമാണ് ഇവിടെ ഉള്ളത്. തിരുമുടി മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ വിശ്വാസികൾ മാർത്തടിച്ചുകൊണ്ടുള്ള കരച്ചിലും പ്രാർത്ഥനയും. അപ്പോൾ അവരുടെ ജാതിമത ഭേദമന്യേ എല്ലാവരും ഈ തിരുനാളിന് വരുന്നുണ്ട്. തിരുനാൾ നടക്കുന്നത് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളിനോടനുബന്ധിച്ചാണ്. ആ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളിനോടനുബന്ധിച്ച് ക്രിസ്ത്യാനിമാർ ഏറ്റുകഴിക്കുന്ന വലിയൊരു തിരുനാളാണ് ഈ ആലങ്ങാട് പ്രദേശത്ത് നടക്കുക. ജാതിമത ഭേദമന്യേ എല്ലാ വ്യക്തികളും ഈ അമ്മയുടെ തിരുനാളിൽ പങ്കെടുക്കാൻ വരികയും അമ്മയുടെ ഈ തിരുമുടി ഭക്തിപൂർവ്വം വണങ്ങി പ്രാർത്ഥിച്ച് അവർ സന്തോഷത്തോടുകൂടി തിരിച്ചു പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇപ്പോഴും ഒത്തിരിയേറെ മക്കൾ ഈ മാതാവിൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുമുടി വച്ചിരിക്കുന്ന സ്ഥലത്ത് വന്ന് അപേക്ഷിക്കുക പതിവാണ്. ഇപ്പോഴും ധാരാളം ആളുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. ഡിസംബറിൽ വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് പരിശുദ്ധ അമ്മയുടെ ഈ മുടി
വണങ്ങുന്നതിന് വേണ്ടി, പരസ്യമായിട്ട് വണങ്ങുന്നതിന് വേണ്ടി ഉപയോഗിക്കുക. ഒത്തിരിയേറെ മക്കൾ വരുന്നു, പ്രാർത്ഥിക്കുന്നു, സന്തോഷത്തോടു കൂടി അവർ നിർവൃതി അടഞ്ഞ് തിരിച്ചു പോവുകയും ചെയ്യുന്നു. ഈ ആലങ്ങാട് ദേവാലയത്തിന് കീഴിൽ നിരവധി പള്ളികൾ ഉള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് പള്ളികൾ, അതിനെ കുറിച്ചിട്ടൊന്ന് വിവരിക്കാമോ? ആലങ്ങാട് പള്ളിയിൽ നിന്നും ഏറ്റവും ആദ്യം തിരിഞ്ഞു പോകുന്നത് കുറ്റിപ്പുഴ പള്ളിയാണ്. 125 വർഷങ്ങൾക്ക് മുമ്പാണ് കുറ്റിപ്പുഴ പള്ളി ഈ പള്ളിയിൽ നിന്നും തിരിഞ്ഞു പോകുന്നത്. അതിനുശേഷം കരിമാലൂർ പള്ളി, അതിനുശേഷം തിരിഞ്ഞു പോകുന്നത് നീറിക്കോട് പള്ളിയാണ്. പിന്നീട് ആലങ്ങാട് കുന്നേൽ പള്ളി, കാരുകുന്ന് പള്ളി, മുപ്പത്തടം പള്ളി, ഈ പള്ളികളൊക്കെ ഈ ആലങ്ങാട് നിന്നും തിരിഞ്ഞു പോയ പള്ളിയാണ്. ഇവരുടെ എല്ലാവരുടെയും കൂടി മാതൃ ദേവാലയം കൂടിയാണ് ആലങ്ങാട് ഈ ദേവാലയം. ഈ ദേവാലയത്തിൽ നിലവിൽ ഇപ്പോൾ എത്രത്തോളം കുടുംബാംഗങ്ങളുണ്ട്? ഈ ദേവാലയത്തിൽ ഇപ്പോൾ 680 കുടുംബങ്ങളാണുള്ളത്. ഒത്തിരിയേറെ പേര് വിദേശത്ത് ജോലി ചെയ്യുന്നു. സാമ്പത്തികമായിട്ടും നല്ല ഉയർന്നു നിൽക്കുന്ന ഒരു ഇടവകയാണ് ആലങ്ങാട് ദേവാലയം. ഇവിടെ എല്ലാ മതസ്ഥരും തിങ്ങിപ്പാർക്കുന്ന ഒരു ഇടവകയാണ്. ഒത്തിരിയേറെ ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന പ്രദേശവും കൂടിയാണ് ആലങ്ങാട്. പണ്ട് കാലത്ത് കോട്ടയം ജില്ലയായിരുന്നു. കോട്ടയം ജില്ലയുടെ സബ് ജില്ലയാണ് ആലങ്ങാട് താലൂക്ക് എന്ന് പറയുന്നപ്പെടുന്ന ആലങ്ങാട് പ്രദേശം. ഈ ഇടവകയിൽ നിന്നും 5 വൈദികരും 26 സിസ്റ്റേഴ്സും ഈശോയുടെ മുന്തിരിത്തോപ്പിൽ ശുശ്രൂഷ ചെയ്തു വരുന്നു. ഈ ഇടവകയുടെ സമീപത്ത്, ഈ ഇടവകയുടെ അതിർത്തിക്കുള്ളിൽ 2 കോൺവെന്റുകളാണുള്ളത്. ഒന്ന് CMC കർമ്മലീത്ത കോൺവെന്റും അതോടൊപ്പം തന്നെ SMSM സിസ്റ്റേഴ്സ്. SMSM സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സേവാ മിഷണറി സിസ്റ്റേഴ്സ്. അവർക്ക് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. പള്ളിയുടെ കീഴിൽ ഒരു LP സ്കൂളുണ്ട്. അതുപോലെ തന്നെ പള്ളിയുടെ കീഴിൽ തന്നെ ഒത്തിരിയേറെ സ്ഥലങ്ങളുമുണ്ട്. വളരെ സന്തോഷകരമായ രീതിയിൽ മറ്റു മതസ്ഥരുമായിട്ട് കൂട്ടായ്മ നിന്നുകൊണ്ട് ഈ ഇടവക സുഖകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നസ്രാണി സമൂഹം വിവിധ സഭകളായി ചിതറിക്കപ്പെടുന്നതിന് മുൻപേ സ്ഥാപിതമായ ഈ ദേവാലയം കത്തോലിക്കർക്ക് മാത്രമല്ല, എല്ലാ സഭാ വിഭാഗങ്ങളുടെയും തറവാടും പൈതൃകവും കൂടിയാണ്. വർഷങ്ങൾ മുന്നേ പണി കഴിപ്പിച്ച പുരാതന ദേവാലയവും ഈ പുതിയ പള്ളിയും ഇന്നും വളരെ പ്രൗഢിയോടുകൂടെ തന്നെ തല ഉയർത്തി നിൽക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിതമായിട്ടുള്ള ഈ ദേവാലയത്തിൽ നാനാജാതി മതസ്ഥരായ നിരവധി പേർ പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങൾ നേടുകയും ചെയ്യുന്നു. ഇനിയും ആയിരങ്ങൾ ഈ പള്ളിമുറ്റത്ത് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം യാചിക്കാനായി കടന്നു വരട്ടെ. നന്ദി.